ഹലോ, പിന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് കണ്ടാൽ തന്നെ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ഒന്ന് കഴിക്കാൻ തോന്നും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡ് ഒന്ന് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബ്രെഡ് ആവി കയറ്റി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചില ബ്രെഡ് ഉണ്ടാവുമല്ലോ, നമുക്ക് തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന സൈസിലുള്ള ബ്രെഡ്, അല്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ പൊടിഞ്ഞു പോകുന്ന ബ്രെഡ്, അങ്ങനെയൊക്കെയുള്ള ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒന്ന് ആവി കയറ്റുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ബ്രെഡ് കുറച്ചൊരു ഹാർഡായിട്ടുള്ള ബ്രെഡാണ്, അതായത് പരത്തുമ്പോഴൊക്കെ പൊടിഞ്ഞു പോകുന്ന ഒരു തരം ബ്രെഡാണ്. അതുകൊണ്ട് ഇതിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ഒന്ന് ഏതെങ്കിലും സ്റ്റീമറിൽ വെച്ചാലും മതി. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ആവിയായിട്ട് എടുത്താൽ മതി. അപ്പോൾ തന്നെ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ പിന്നെ ചൂടാറാൻ നിൽക്കരുത് കേട്ടോ. ഈ ഒരു ചൂടോട് കൂടി തന്നെ പരത്തിയെടുക്കണം, എന്നാലുള്ള നമുക്ക് നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബ്രെഡ് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഹാർഡായിട്ട് വരും, പിന്നെ നമുക്ക് വീണ്ടും ആവിയാറ്റി എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ എടുത്തിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പീസ് ബ്രെഡൊന്നും ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടില്ല, ആ ഒരു ചൂടിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചാൽ മതി അങ്ങനെ തന്നെ. അപ്പോൾ ഇത് പരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ബ്രെഡ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാർഡ് ആയിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ മാത്രം ഇതുപോലെ ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. എല്ലാ ബ്രെഡും ഇങ്ങനെ ആവി കയറ്റിയെടുക്കേണ്ടി വരില്ല. ചിലപ്പോൾ നമുക്ക് വാങ്ങിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ആദ്യം ഒരു ബ്രെഡ് നമ്മൾ പരത്തി നോക്കുക, എന്നിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മാത്രം ആവി കയറ്റിയെടുത്തിട്ട് പരത്തിയെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് പരത്തിയെടുത്തിട്ടുള്ള ബ്രെഡിനെ ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, പരത്തിയെടുത്തപ്പോൾ കുറച്ചൊരു തിന്നായിട്ടുള്ള ഒരു പീസായി വന്നിട്ടില്ലേ ബ്രെഡ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മടക്കിയെടുക്കണം. മടക്കിയിട്ട് ഞാൻ ഇതുപോലൊരു ടൂത്ത് പിക്കിൻ്റെ ഒരു ചെറിയ പീസ് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്, ഇതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു പീസിന് ഈ ഒരു 2 കോണും പിടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടുക. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ ഇത്രയും പീസ് ബ്രെഡ് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ ഫിംഗേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുള്ള ഫിംഗേഴ്സാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഇതുപോലെ ചിക്കൻ്റെ നീളത്തിൽ പീസാക്കി എടുത്തിട്ട് നമ്മൾ മുട്ടയിലൊക്കെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി അങ്ങനെ മസാലയൊക്കെ തേച്ചതിന് ശേഷം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കൊണ്ടൊക്കെ കോട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ വേണമെങ്കിലോ മുട്ട വേണമെങ്കിലോ ഒക്കെ ഇതിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫിംഗേഴ്സ് ഉണ്ടാക്കി വെച്ചതുണ്ടായതുകൊണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഫിംഗേഴ്സ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് ഈ ഒരു കളറായി വരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഫിംഗേഴ്സ് ഞാനിവിടെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ അതങ്ങനെ കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇനി എഗ്ഗ് വേണമെങ്കിൽ എഗ്ഗ് ഫ്രൈ ചെയ്തെടുത്ത് അതായാലും മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓരോ ലെറ്റ്യൂസിൻ്റെ പീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ലെറ്റ്യൂസിൻ്റെ പീസോ ക്യാബേജിൻ്റെ പീസോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ പച്ചക്കറികൾ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി കുക്കുംബർ ആണെങ്കിൽ കുക്കുംബർ, അല്ലെങ്കിൽ ക്യാരറ്റോ, അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലെറ്റ്യൂസിൻ്റെ ഈ ഒരു പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് ഓരോ ചിക്കൻ ഫിംഗേഴ്സ് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഫിംഗേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസും ആക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആക്കി കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കായാലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തായാലും നമുക്കിതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.